അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. ഇന്നത്തെ ഹദീസ് പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഒക്കെ ഉദ്ധരിച്ചൊരു ഹദീസാണ്. മഹാനായ അബു അബ്ദുല്ല നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. അനുവദനീയമായ കാര്യങ്ങൾ അത് വ്യക്തമാണ്, നിഷിദ്ധമായ കാര്യങ്ങളും വ്യക്തമാണ്. വബൈനഹുമ ഉമൂറുൻ മുഷ്തബിഹാത്ത്. എന്നാൽ അനുവദനീയത്തിൻ്റെയും നിഷിദ്ധത്തിൻ്റെയും ഇടയിൽ കുറേ സാദൃശ്യമുള്ള കാര്യങ്ങളുണ്ട്. ചിലത് അനുവദനീയമാണെന്ന് തോന്നിയേക്കാം, ചിലത് നിഷിദ്ധമാണെന്ന് തോന്നിയേക്കാം. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ജനങ്ങളിൽ നിന്നും അധിക പേർക്കും അത് അനുവദനീയമാണോ അതല്ല നിഷിദ്ധമാണോ എന്നത് അറിയുകയില്ല. കൃത്യമായി ദീനിനെക്കുറിച്ച് അറിയുന്ന വിവരമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമാണ് അത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫമൻ ഇത്തഖ ശുബ്ഹാത്ത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വ ഇർളിഹി. ആരെങ്കിലും ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകളെ, സംശയങ്ങളെ തൊട്ട് സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ, അതിനെ ജീവിതത്തിലേക്ക് എടുക്കാതെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അവൻ അവൻ്റെ ദീനിനെയും അതുപോലെ തന്നെ അവൻ്റെ ആത്മാഭിമാനത്തെയും ഒക്കെയാണ് അവൻ സംരക്ഷിക്കുന്നത്, അതിനെ അവൻ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. വമൻ വഖഅ ഫി ശുബ്ഹാത്തി വഖഅ ഫിൽ ഹറാം. ആരെങ്കിലും ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകളിൽ, അറിവില്ലാത്ത വിഷയങ്ങളിൽ അകപ്പെടുകയാണ് എങ്കിൽ അവൻ ഹറാമിൽ അകപ്പെടുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മാത്രവുമല്ല, എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സുന്ദരമായ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. കർറാഇ, ഒരു ആട്ടിടയനെ പോലെ. അവൻ്റെ പ്രത്യേകത യർആ ഹൗലൽ ഹിമ. അവൻ ഒരു പറമ്പിൻ്റെ അതിർത്തിയിലാണ് അവൻ്റെ ആടുകളെ മേക്കാൻ വിട്ടിട്ടുള്ളത്. യൂഷിക്കു അൻ യഖഅ ഫീഹി. ചിലപ്പോൾ ആ അതിർ ലംഘിച്ചുകൊണ്ട് മറ്റൊരാളുടെ പറമ്പിലേക്ക് അത് പ്രവേശിക്കാം. അല, അറിയുക, വ ഇന്ന ലികുല്ലി മലികിൻ ഹിമ. ഓരോ രാജാവിനും അയാളുടേതായ പരിധികളുണ്ട്, ഭരണപരിധികളുണ്ട്. അല വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പരിധി നിശ്ചയിച്ചിട്ടുള്ളവയാകുന്നു അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങോട്ടാരും തന്നെ ആ പരിധി ലംഘിച്ചുകൊണ്ട് ചെല്ലാൻ പാടുള്ളതല്ല. അല വ ഇന്ന ഫിൽ ജസദി മുദ്അത്തുൻ. നിങ്ങൾ അറിയുക, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു. ആ മാംസപിണ്ഡം നന്നായി കഴിഞ്ഞാൽ ആ ശരീരം മൊത്തം നന്നായി തീരുന്നതാണ്. വ ഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. അതേസമയം അത് കേടുവന്നു പോയാൽ ശരീരം മൊത്തം കേടുവരുന്നതാണ്. അല, അറിയുക, വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. ഈ ഹദീത്ത് മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അബു അബ്ദുല്ല എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് അഥവാ അദ്ദേഹത്തിൻ്റെ ഓമനപ്പേരാണ്. അബു എന്ന് പേര് വിളിക്കുന്ന രീതി അറബികളിൽ സാധാരണഗതിയിലുണ്ടായിരുന്നു. മക്കളുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ ആ രൂപത്തിൽ പേര് വിളിക്കാവുന്നതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു അബ്ദില്ല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള പേരുകൾ സ്വീകരിക്കുക എന്നത് അറബികളിലെ ഒരു സാധാരണ രീതിയായിരുന്നു. ആ രൂപത്തിൽ പേര് വെക്കുന്നത് അത് നല്ലൊരു രീതിയായി കൊണ്ടു തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ കണ്ടുവരാറുള്ളതും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാര്യങ്ങളെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ റസൂലുള്ളാഹിയിലൂടെ പഠിപ്പിക്കുകയാണ്. ഏതൊരു കാര്യം ചെയ്യാമെന്നും ഏതൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഏതെല്ലാം ഭക്ഷണം നമുക്ക് കഴിക്കാം, ഏതെല്ലാം ജീവികളെ നമുക്ക് ആഹാരമായി ഉപയോഗിക്കാം എന്ന് കൃത്യമായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തന്നു. പക്ഷികളുടെ കൂട്ടത്തിൽ നിന്നും
ഉപയോഗിച്ചുകൊണ്ട്, കൈകൾ ഉപയോഗിച്ചുകൊണ്ട് റാഞ്ചിയെടുത്ത് ഇരയെ പിടിക്കുന്ന ജീവികൾ ഒഴിച്ചുള്ള മറ്റു പക്ഷികളെ നമുക്ക് ആഹാരമാക്കാമെന്ന് പറഞ്ഞപ്പോൾ മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്നും തേറ്റയുള്ളവയെ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായി കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങളുണ്ടാകും. ആ ചില കാര്യങ്ങളുടെ പ്രത്യേകത അത് എല്ലാ ആളുകൾക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത്തരം കാര്യങ്ങളെ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യുക എന്നതിലുപരി അറിവുള്ള പണ്ഡിതന്മാരോട് ആ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ജീവിതത്തിലേക്ക് നമ്മളത് കൊണ്ടുവരാൻ പാടുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാതെ തന്നെ നാം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി കൊണ്ടും നമ്മൾ ഹറാമിലേക്ക് ചെന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യമാണ്. ഏതൊരു കുട്ടിക്കും കാര്യം മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ചെറിയ ഉദാഹരണം കൂടി നബി ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ. നോക്കൂ, ഒരു ആട്ടിടയൻ, അദ്ദേഹം ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ പരിധി എന്ന് പറയുന്നത് തൻ്റെ ആടുകൾ അവ സഞ്ചരിച്ചാൽ പോലും തന്നെ മേക്കുവാൻ ഏൽപ്പിച്ച സ്ഥലം, ആ സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാത്ത ദൂരത്ത് നിന്നുകൊണ്ട് അവയെ മേക്കുക എന്നതാണ്. അതല്ലാതെ അവ അതിൻ്റെ അതിർ ലംഘിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവയെ പിടിച്ചു വെക്കുവാനും അതല്ലെങ്കിൽ അവയെ മറ്റു വേട്ടമൃഗങ്ങൾ നശിപ്പിക്കുവാനും ഒക്കെ ഇടയാകും. ഇത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദാഹരണം അവർക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർ ആ രൂപത്തിൽ ആട് മേച്ചും അതുപോലെ തന്നെ ഒട്ടകങ്ങളെ മേച്ചും ഒക്കെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ആ നിലക്ക് സമൂഹത്തിന് തിരിയുന്ന രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ഒരു വലിയ വഴിയായി കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ലഭിച്ച മറ്റൊരു പാഠമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയം എപ്പോഴും വിശുദ്ധമായിരിക്കണം. ഹൃദയത്തിൽ വല്ല രൂപത്തിലുമുള്ള കളങ്കവും വന്നു കഴിഞ്ഞാൽ ആ കളങ്കം നമ്മെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് എന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത് നമുക്കും നമ്മുടെ റബ്ബിനും മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. മറ്റൊരാൾക്കും നമ്മുടെ ഹൃദയത്തിലുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആളുകളുടെ മുമ്പിൽ പുഞ്ചിരിയോടുകൂടി നടക്കുമ്പോഴും അവരെക്കുറിച്ച് മോശമായ ചിന്തയും അവരെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകളുമൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ സ്വാഭാവികമായും ആ പുഞ്ചിരി കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല, മറിച്ച് അത് നമ്മെ തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. മാത്രവുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് അയാൾ അറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിച്ച് പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകാറുമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതൊരു തിന്മയാണ്, ഒരിക്കലും തന്നെ നന്മയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു നന്മ എങ്ങനെയാണ് തിരിച്ചറിയുക, തിന്മ എങ്ങനെയാണ് തിരിച്ചറിയുക. നന്മ എന്ന് പറയുന്നത് സമാധാനമാണ്. തിന്മ എന്ന് പറയുന്നത് അവ നിൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ആ അവസ്ഥയിൽ ആളുകളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് ആളുകളുടെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ അത് പറയാൻ നമുക്ക് വെറുപ്പുണ്ട് എങ്കിൽ അവ സ്വാഭാവികമായിട്ടും തിന്മയായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും നല്ലതു മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നല്ലതു മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്, നല്ലതു മാത്രമേ നമ്മൾ പറയുവാനും പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫല്യകുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്ത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും ഹൃദയവിശുദ്ധിക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരു കാര്യം അറിയുകയില്ല എങ്കിൽ നമ്മളത് അറിവുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്കത് അനുവദിച്ചു കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ചോദിക്കേണ്ടത്. പല ആളുകളും അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയെങ്കിലും ഹലാലായി കിട്ടണം. അങ്ങനെ ഹലാലായി കിട്ടിയാൽ സഹോദരന്മാരെ, അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ടാകാൻ പോണില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതം അത് അനുവദിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അത് തനിക്ക് ഉപയോഗപ്പെടുത്താം. അതല്ല, അള്ളാഹുവിൻ്റെ മതത്തിൽ അത് അനുവദിക്കപ്പെട്ടതല്ല എങ്കിൽ അത് എത്ര വലുതാണെങ്കിലും എത്ര ലാഭമുള്ളതാണെങ്കിലും ഞാനത് ഉപയോഗിക്കുകയില്ല എന്ന തീരുമാനത്തോട് കൂടി തന്നെയാണ് തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ചോദിക്കുവാൻ വേണ്ടി സമീപിക്കേണ്ടത്. അവർ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ലാഭമുള്ളതാണെങ്കിലും നമ്മളത് ഒഴിവാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അള്ളാഹു സുബ്ഹാനഹു വതആല കച്ചവടത്തെ ഹലാലാക്കി തന്നു, അനുവദിച്ചു തന്നു. എന്നാൽ
പണമുണ്ടാക്കാനുള്ള മറ്റൊരു ഇടപാടാണ് പലിശ എന്നത്. കച്ചവടത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണ് പലിശയിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ വഹറമ റിബ, അള്ളാഹു നമുക്കത് ഹറാമാക്കി. അതുകൊണ്ട് തന്നെ അത് എത്ര എളുപ്പമുള്ളതാണെങ്കിലും അതിലൂടെ എത്ര വലിയ ലാഭങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിലും ശരി, അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് എന്നതിനാൽ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹലാലാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഹറാമാണെന്ന് ഗണ്യതമായി വന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിവുള്ള ആളുകളോട്, കൃത്യമായി കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളോട് ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കിയും പ്രമാണബദ്ധമായിക്കൊണ്ട് അതിനെ ജീവിതത്തിലേക്ക് നിലനിർത്തുവാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.